ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാൻ പറയുന്നൊരു കാര്യം, ഇറാൻ ഇനി ചർച്ചകൾക്കൊന്നും നിൽക്കുന്നില്ല. ഇറാന് ചർച്ചകൾക്ക് ആ സമയം ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നതായിരിക്കും ഇറാന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ചർച്ചകൾക്കൊന്നും തയ്യാറാവുന്നില്ല, ഞങ്ങൾ യുദ്ധവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെ പറയുന്നു ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങൾ കുറവായെന്ന്, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഉടനെ തന്നെ അവർ കീഴടങ്ങുമെന്നതാണ് US-ൻ്റെ വ്യാമോഹം. എന്നാൽ ഇറാൻ അവിടെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോകാൻ തയ്യാറുമാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇറാൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്തായിരിക്കും നമ്മൾ കണക്കാക്കേണ്ടത്? US-ൻ്റെ ഒരു അവകാശവാദം അനുസരിച്ച് ഇറാൻ ഇതിനോടകം 2000 ഡ്രോണുകളും അതുപോലെ തന്നെ 500 ബാലിസ്റ്റിക് മിസൈലുകളും ഫയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് US വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആയുധ സ്റ്റോക്കുകൾ അത് ഇപ്പോൾ തന്നെ അവസാനിക്കാറായി. അതുകൊണ്ട് ഇറാൻ ഇനിയൊരു വലിയ രൂക്ഷമായൊരു പ്രത്യാക്രമണം നടത്തില്ല എന്നാണ് US പറയുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോഴും ശക്തമായി തന്നെ മേഖലയിൽ ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യയിലുള്ള പല രാജ്യങ്ങളിലേക്കും മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. പല US കോൺസുലേറ്റുകൾക്ക് നേരെയും ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ US-ൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇത് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഒരുപാട് US-ൻ്റെ നേവൽ ബേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമുദ്ര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹോർമുസ് കടലെടുക്കുകയാണെങ്കിലും അവിടെയുള്ള മേഖലയിലുള്ള സമുദ്ര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട US കേന്ദ്രങ്ങളെയും അവർ ആക്രമിച്ച് തകർത്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ള നാശനഷ്ടങ്ങൾ അത് എത്രത്തോളം വ്യാപ്തിയിലുണ്ട്, പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം നശിച്ചോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷേ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാൻ ഇറാൻ തയ്യാറെടുത്തിട്ടുണ്ട്. അവർ ഇപ്പോൾ അവിടെ രാജ്യത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭരണത്തിലുള്ളതാണ്. കാര്യം ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ അവർക്ക് നിലവിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രധാനമായിട്ടും പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയും അതുപോലെ 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായിട്ട് ഇറാൻ ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പുതിയൊരു നേതാവിനെ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ മുസ്തഫ ഖമനേയി പിൻഗാമിയായി പ്രഖ്യാപിച്ചു എന്ന് ചില ഇറാനിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കും കൂടെ നീങ്ങാൻ കഴിയുമായിരിക്കുമല്ലേ? അതെ, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലൊരു പുതിയ ആളെ തീരുമാനിച്ചതായിട്ട് അറിയിപ്പില്ല. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് മുൾത്താനി ഖമനേയ്ക്ക് തന്നെയാണ്. ഖമനയുടെ ആയത്തുള്ള അലി ഖമനയുടെ മകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത്. അതുപോലെ അലി ലാരിജാനി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമാണ് നിലവിലുള്ള അവിടുത്തെ ഭരണം കൂടുതൽ ആയിട്ട് നിയന്ത്രിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. കൂടുതൽ ഈ ആത്മീയ സമിതിയുടെ അവരുടെ പിന്തുണ അത് ഖമനയുടെ മകന് അധികം ലഭിക്കാൻ സാധ്യതയില്ല. അത് അലി ലാരിജാനിക്കാണ് അവർ പിന്തുണയായിട്ടുള്ളത്. എന്നാൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അത് കൂടുതൽ പിന്തുണ നൽകുന്നത് ഖമനയുടെ മകനാണ്. പക്ഷെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പവർ ഗെയിം അത് ഇറാനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനകത്ത് ഇനി ആര് ഭരണത്തിൽ വന്നാലും അവർ ഇത് മോശമായിട്ടായിരിക്കും ഈ മേഖലയിലെ സാഹചര്യം അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. അപ്പോൾ ഇനി ആര് ഭരണത്തിൽ വരും, അല്ലെങ്കിൽ ആര് ഭരണത്തിൽ വരാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്, എന്തായിരിക്കും ഇനി ചർച്ചകളുടെ ഭാവി, അതെല്ലാം തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വത്തിലുള്ള കാര്യമാണ്. അതെല്ലാം ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആക്രമണം കടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വടക്കൻ ഇസ്രായേലിലുള്ള മെറ്റുല എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായതായിട്ട് നിലവിലവർ പറയുന്നു. അവിടെയുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഈ ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം ഇതിനു മുൻപേ ഉണ്ടായിരുന്നു. ഈ ഇസ്രായേലിൻ്റെ ഒരു വ്യോമ കേന്ദ്രത്തിലേക്ക് നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ മെറ്റുല എന്ന് പറയുന്ന ഒരു വടക്കൻ ഇസ്രായേലി നഗരത്തിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായിട്ടാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ളയിൽ നിന്ന് വന്നിട്ടുള്ള ചില മിസൈലുകളും ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ അത് നശിപ്പിച്ചു എന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ മേഖലയിൽ കൂടുതൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. എന്തായാലും നിലവിൽ തുറന്നിട്ടുള്ള ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നിലവിലൊരു യുദ്ധമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയ ഒരു യുദ്ധമുഖം, പുതിയൊരു ആക്രമണത്തിൻ്റെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് അത് ഇസ്രായേലും ഈ ലെബനനും കേന്ദ്രമാക്കിയിട്ടുള്ള ഈ ഒരു സർക്കിൾ തന്നെയാണ്. നമുക്കിനി ഹോർമുസ് കടലെടുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേക്കും കൂടെ ഉറപ്പായിട്ടും വരണമല്ലോ. കാരണം ഹോർമുസ് കടലെടുക്ക് ഇപ്പോൾ ഇറാൻ പറയുകയാണ്, ഇറാൻ അടച്ചിടുകയാണെന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കാരണം ഇപ്പോൾ
എണ്ണ വിലയൊക്കെ കൂടുകയാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാരലിന് എത്ര വരെ പോകും എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യവും നിൽക്കുകയാണ്. ഇപ്പോൾ $150-160 വരെ പോവുകയാണെങ്കിൽ പിന്നെ ഇത് രണ്ടാമത്തെ ചോദ്യം, ഇത് എത്ര നാൾ ഇറാൻ ഇത് അടച്ചിടാൻ പറ്റുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നാളത്തേക്കായിരിക്കാം, ഇനി ഇത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ അടച്ചിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിട്ടുള്ളത്. ഈ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗം, ഇതാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അതായത് അറേബ്യൻ കടലിനെ ഈ ഗൾഫ് സീയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ ഒരു സ്ഥലത്ത് നിലവിൽ ഈ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഈ ആക്രമണം ഇപ്പോൾ നിലവിൽ മേഖലയിലൂടെ ഒരു കപ്പൽ നീക്കവും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവർ അതിനനുസരിച്ച് മേഖലയിൽ ആക്രമണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുമുണ്ട്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതുവഴി തീർച്ചയായിട്ടും വ്യാപാരം നടക്കും, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ US സ്വീകരിച്ചു വരുന്നതായിട്ടാണ്. അതിനുവേണ്ടി USൻ്റെ പ്രത്യേക നേവൽ സംഘത്തെ ഇവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിക്കും എന്നും US പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം അതിപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആദ്യം പല കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള ഗതാഗതം അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആദ്യം 4 കപ്പൽ കമ്പനികളാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി അവസാനിപ്പിച്ചതെങ്കിൽ പിന്നീട് കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ രംഗത്ത് വരുന്നു. തുടർന്ന് മറ്റ് ഗതാഗത സംവിധാനങ്ങളും ഇതുവഴി അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ ഇറാൻ ഈ മേഖലയിലുള്ള 3 കപ്പലുകൾ ആക്രമിക്കുക വരെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അതിൻ്റെ ഗതാഗതം അത് പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇതൊരു ചെറിയ കടലെടുക്കാണെങ്കിലും ഇന്ത്യയുടെ ഉൾപ്പെടെ ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20 മുതൽ 25% വരെ നിയന്ത്രിക്കുന്നത് അത് ഈ ഭാഗമാണ്. ഇതുവഴിയുള്ള ഗതാഗതം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനും അത് വലിയ പ്രതിസന്ധിയിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 15% ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിട്ടുണ്ട്. ഇനിയും അത് ഉയർന്നു തന്നെ പോകാനാണ് സാധ്യത. പല രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ താഴേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റ് അത് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ഇന്ത്യയെ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ മോശമായി ബാധിച്ചേക്കാം. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ LPG ഇറക്കുമതി ഇവയെ മാത്രമാകില്ല ബാധിക്കുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇത് വളരെ മോശമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ബസുമതി റൈസിൻ്റെ കയറ്റുമതി ഇന്ത്യ ഇറാനിലേക്കും അതുപോലെ തന്നെ മറ്റ് അറേബ്യൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.